ഒരു ചെറിയൊരു സംശയം എന്ന് പറയുന്നത് ഇത്രമാത്രം ശ്രമം നടത്തുമ്പോഴും ഈ റോഡിൻ്റെ ഇരുവശങ്ങൾ പുഴയോരത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ഇവിടുത്തെ ആളുകൾ, നമ്മളല്ല, ഇപ്പോൾ അർജുൻ്റെ ബ്രദറും മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത് ഇതേ സ്ഥലമാണ്, ഇവിടെ തന്നെ തെരച്ചിൽ നടത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലം മാറ്റിയിട്ട് അവിടെ തന്നെ തെരച്ചിൽ നടത്താനുള്ള സംവിധാനം ഒരുക്കി. അപ്പോഴും ഇവിടെയുള്ള ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നത് അവിടെയല്ല, ഈ ഓപ്പോസിറ്റാണ് സംഭവിച്ചതെന്ന് സംശയം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുഴയിലേക്ക് പോയിട്ടുണ്ടാവും, അങ്ങനെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിക്കാം. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തുടക്കത്തിൻ്റെ കുറേ സങ്കടങ്ങൾ അവർ എന്നോട് പങ്കുവെച്ചു ആരംഭ നാളുകളിലുള്ള. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ഇടപെടലാണ് നടക്കുന്നത്. എല്ലാ നിലക്കും നമ്മൾ എന്തായാലും ഇന്ന് അർജുൻ ജീവനോട് കൂടി തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. ഈ ലോറി നേരെ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു എന്നൊരു സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ സ്പോട്ട് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ, ഇവരെ നേതൃത്വത്തിൽ ഒരു അരുൺ എന്നറിയുന്ന ഒരു ടീമാണ്, പിന്നെ ക്യാപ്റ്റനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ അരുണിനോട് സംസാരിച്ചു വിശദമായി കാനഡയിൽ. അപ്പോൾ അരുൺ പറയുന്ന സാർ, ഞങ്ങൾ ഇത്രമാത്രം തെരച്ചിൽ നടത്തിയപ്പോൾ അവർ കുറേ അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു അടയാളം പോലും കിട്ടുന്നില്ല സാർ. ഞാൻ അപ്പോഴും നമ്മൾ അർജുൻ്റെ ഫാമിലി ജിതിൻ, അതോടൊപ്പം അർജുൻ്റെ ഒരു അനിയനുണ്ട്, അവരെന്നോട് പറഞ്ഞു സാർ അവിടെ ഇവരെന്തിനാണ് പരുതുന്നത്. അവരൊരു സ്പോട്ട് കാണിച്ചു. ഞാൻ വീണ്ടും ഇവരുമായിട്ട് ഇടപെട്ട് ഇവിടുത്തെ MLA സഹകരിച്ചു. നമ്മളിപ്പോൾ ആ ഫാമിലി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് തന്നെ മലയാളികളും ഇവരും ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ അവർ ഉന്നയിച്ച ഒരു സംശയം ഒരുപക്ഷെ ഒരു ഭീതി ഉണ്ടാക്കുന്ന സംശയമല്ലേ? അതായത് ഇത്രയും പരിശോധന നടത്തിയിട്ടും അവിടെ ലോറിയുടെ ഒരു അവശിഷ്ടം പോലും അല്ലെങ്കിൽ ഒരു തടി പോലും കണ്ടെത്താൻ കഴിയാത്തൊരു അവർ പറയുന്നുണ്ട്. അതിനിടയിൽ മണ്ണിടിച്ചിലുണ്ട്, വലിയ വലിയ പാറകൾ. അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ കണ്ടു. പെട്ടെന്ന് ഈ പാറ വരുമ്പോൾ ഈ ഉറ്റ പാറനെ പോലും ഒന്ന് മാറ്റാൻ വേണ്ടി 2-3 നിമിഷം വേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഒരു നല്ല റിസൾട്ട് ഉണ്ടാകും. അർജുൻ ജീവനോട് തിരിച്ചു വരും. ഇപ്പുറത്തെ വശത്താവരുത് എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? അങ്ങനെ ഒരു സംശയം നാട്ടുകാർ തീർച്ചയായും നമ്മളെ പ്രാർത്ഥന എല്ലാ കാലത്തും ഫലിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അർജുൻ ജീവനോട് തിരിച്ചു വരും.